ഇന്ന് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു സാധാരണ കാഴ്ചയാണ്. പറയത്തക്ക വലിയ കാര്യമൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ കാര്യമൊന്നും ആ കാഴ്ചയിൽ ഇല്ല എങ്കിലും അതിനകത്ത് വളരെ വലിയ ചില സത്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ കാഴ്ചയുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞാനിന്ന് റോഡിൽ കൂടി ഒരു കടയിൽ കയറിയപ്പോഴേക്കും ഒരു അമ്മയും ഒരു അച്ഛനും, അതായത് ഒരമ്മയും ഒരു അച്ഛനും 2 കുട്ടികളും, ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും ഈ റോഡിൽ കൂടി നടന്നു പോവുകയാണ്. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഭർത്താവ് ഒരു കുട്ടിയെ എടുത്തു പിടിച്ചിട്ടുണ്ട്, ഒരു കുട്ടി നടക്കുകയാണ്. അവരൊരു കുടുംബമാണ്, ഭാര്യയും ഭർത്താവും 2 കുട്ടികളും. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയുടെ കയ്യിലേക്ക് അങ്ങനെ പിടിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. അപ്പോൾ തിരക്കുള്ള വഴിയാണ് കേട്ടോ. അതിൻ്റെ പുറകെ ഒരു അമ്മ നടന്നു വരുന്നുണ്ട്. അമ്മയ്ക്ക് ഏകദേശം 74-75 വയസ്സ് കാണും. അമ്മയ്ക്ക് നടക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബന്ധപ്പെട്ടാണ് അമ്മ നടക്കുന്നത്. അമ്മ തൻ്റെ മുൻപ് പോകുന്നത് അമ്മയുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, അതാരാണെന്ന് എനിക്കറിയില്ല. അപ്പം അവരുടെ അടുത്തേക്ക് എത്തുവാനായിട്ട് അമ്മ വളരെ ബുദ്ധിമുട്ടിയാണ് അമ്മ നടക്കുന്നത്. ഞാൻ ആ കടയിൽ നിന്നിട്ട് അമ്മയെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്, അമ്മ കിതയ്ക്കുന്നുണ്ട്, അമ്മയുടെ കാലിൽ അല്പം നീരൊക്കെയുണ്ട്. അമ്മയ്ക്ക് ശരിയായി പറഞ്ഞാൽ അവർക്ക് സ്വന്തമായി നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ അവരുടെ കയ്യിലൊന്ന് പിടിക്കുവാനായിട്ട് ആ മുൻപേ നടക്കുന്ന മകനോ മകളോ, കൊച്ചുമക്കൾ കുഞ്ഞു കുട്ടികളാണ്, അവരുടെ കാര്യം പോട്ടെ, അവർ ശ്രമിക്കുന്നില്ല. അവർ ഭാര്യയും ഭർത്താവും കൈകോർത്താണ് നടക്കുന്നത്. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയുടെ കയ്യിലേക്ക് അങ്ങനെ ചേർത്ത് പിടിച്ച് പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് ഒരാൾ മറ്റൊരാൾക്കൊരു ഊന്നുവടി പോലെ അവർ നടന്നു നീങ്ങുകയാണ്. പക്ഷേ പുറകിൽ നടക്കുന്ന ആ അമ്മയുണ്ടല്ലോ, ഊന്നുവടി വേണ്ട അമ്മ, ആ അമ്മേനെ അവരൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. നമ്മളുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും മറന്നു പോകുന്ന സംഗതികളാണ്. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് ഗർഭാവസ്ഥയിൽ ആയിരുന്നപ്പോൾ മാത്രം ആ കാലഘട്ടം മുതലേ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ മാതാപിതാക്കൾ മാത്രമാണ്. നമ്മൾക്ക് ബുദ്ധിയുണ്ടോ, നമ്മൾ മന്ദബുദ്ധിയാണോ, നമ്മൾ കറുത്തതാണോ, നമ്മൾ വെളുത്തതാണോ, നമ്മൾ ആണാണോ, നമ്മൾ പെണ്ണാണോ, ഒന്നും അറിയില്ല. പക്ഷേ ഒരു കുഞ്ഞ് നമ്മൾ ആ അമ്മയുടെ വയറ്റിൽ ഫോം ആകുമ്പോൾ മുതൽ നമ്മളെക്കുറിച്ച് ഒന്നും അറിയാതെ, നമ്മളെ കാണുകയോ കേൾക്കുകയോ ഒന്നും അറിയാതെ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുന്ന ആളുകളാണ് നമ്മളുടെ മാതാപിതാക്കൾ. ബാക്കി എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന, ബാക്കി എല്ലാവരും ഒരു മനുഷ്യബന്ധത്തിലുള്ള ബാക്കി എല്ലാവരും സ്നേഹിക്കുന്നത് നമ്മൾ ഭൂമിയിൽ പിറന്നതിന് ശേഷമാണ്. പക്ഷേ നമ്മൾ ഭൂമിയിൽ പിറക്കുന്നതിന് മുൻപേ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മളെ മനസ്സാൽ ലാളിക്കുകയും ചെയ്ത